ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഇമേജസ് ആണ്. ഓക്കെ, ആ ഒരു ഇമേജസിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതായത് ഡീപ്പ് മീനിങ് ഇമേജസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ജസ്റ്റ് നോക്കിയാൽ അതുപോലത്തെ ഒരുപാട് ഇമേജസ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ഇമേജസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ഗൈസ്, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഒന്നാമത്തേതാ നിങ്ങൾ ഈ കാണുന്ന ഒരു പിക്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ രണ്ട് പേര് ഓടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓടുന്ന ആൾ രക്ഷപ്പെടുകയാണ്. കാരണം രണ്ടാമത്തെ ആൾ ഒരു കത്തി എടുത്തിട്ട് പിന്നാലെ ഓടുന്ന ഒരു ഫോട്ടോ ആണ്. എന്നാൽ മീഡിയയിലൂടെ നമ്മളത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടുന്ന ആൾ ഈ പിറകെ വരുന്ന ആളെ തിരിച്ച് കുത്തുന്ന മാതിരിയാണ് നമ്മൾ മീഡിയയിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും, റിയൽ ചിലപ്പോൾ അതായിരിക്കില്ല എന്നാണ് നമ്മൾ ഈ ഒരു ഇമേജിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നത് ഈ ഒരു ഇമേജാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റായി, അതല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഒരാൾ, ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ഒരാൾ മുങ്ങിച്ചാവുകയാണ്. ഒരു വെള്ളത്തിൽ കൈ മാത്രമേ കാണുന്നുള്ളൂ. പകരം രക്ഷിക്കുന്നതിന് പകരം കാണുന്നവരെല്ലാം മൊബൈൽ ഫോൺ എടുത്ത് അത് വീഡിയോ എടുത്ത് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് ലൈക്ക് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് എല്ലാവരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. എന്ത് സംഭവം കണ്ടാലും രക്ഷിക്കുന്നതിന് പകരം എല്ലാവരും മൊബൈൽ ഫോൺ എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇത് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഇമേജിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു ഇമേജിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് നിങ്ങൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഫോട്ടോയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്കൊരു പണി കൊടുത്താൽ അത് തിരിച്ച് നമുക്ക് തന്നെ എങ്ങനെയെങ്കിലും വരുമെന്നാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു റൂമാണെന്ന് തോന്നുന്നു, അവിടെയുള്ള വേസ്റ്റ് മൊത്തം അപ്പുറത്തെ റൂമിലേക്ക് കൊട്ടുന്നു. അത് നേരെ ഓപ്പോസിറ്റ് അയാൾ അപ്പുറത്തുള്ള റൂമിലേക്ക് കൊട്ടുന്നു. അങ്ങനെ ഒരു സൈക്കിളായി വന്നത് നേരെ വീഴുന്നത് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് തന്നെയാണ്. അവരവരുടെ റൂമിലെ കച്ചറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ആൾക്ക് തന്നെയാണ് ആ കച്ചറ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതെന്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് പണി കൊടുത്താൽ നമുക്കത് തിരിച്ച് കിട്ടും. അത് എന്താ പറയുക, സത്യമാണ് എന്നതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇമേജിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തതായി നിങ്ങൾ കാണുന്ന ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു മരം. ഈ ഒരു മരം അതിൻ്റെ ഒരു ഉടമസ്ഥന് ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പിടിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ ബാക്കിൽ പിടിച്ചിരിക്കുന്നത് ആ മരം വെട്ടാനുള്ള ഒരു ആയുധമാണ്. അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പോലെ റിബണൊക്കെ കെട്ടിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ഒരു സമ്മാനമായി കൊടുക്കുന്നത് മരം ഫ്രൂട്ട്സും, പകരം ഈ ആൾ മരം വെട്ടാനുള്ള ആയുധവുമാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ ഈ മരം വെട്ടി കാശുണ്ടാക്കുക എന്നാണ്. എന്നാൽ ഈ പാവം മരത്തിന് അറിയില്ല ഇദ്ദേഹം ഇത് വെട്ടാൻ പോവുകയാണെന്ന്. ഈ മരം ചെയ്യുന്നത് ഫ്രൂട്ട്സ് കൊടുക്കുക എന്നതാണ്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിലുള്ള ഒരു ഇമേജാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മരം വെട്ടുന്നു, എന്നാൽ ആ പാവം മരം അതറിയാതെ ഫ്രൂട്ട്സ് നമ്മൾ മനുഷ്യർക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇമേജിൻ്റെ അർത്ഥം. സോ ഗൈസ്, അപ്പോൾ അടുത്ത ഇമേജ് ഇതാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താ പറയുക, കുറച്ച് ഓൾഡ് ടൈമിലായിരുന്നെങ്കിൽ കുട്ടികൾ എന്താ പറയുക, പുറത്ത് നിന്ന് അകത്തേക്ക് വലിച്ചു കൊണ്ടുവരണം. കാരണം കളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, മൊബൈൽ ഫോണിന് അഡിക്റ്റായി പോയ ഒരു കാലമാണ് രണ്ടാമതായിട്ട് അടിയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ച് പുറത്തേക്ക് തള്ളുന്ന ഒരു ഫോട്ടോയാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അധികം പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടും അല്ലാതെയും ഗെയിം കളിയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും മൊബൈൽ ഫോണിലാണ്. വലിയവരായാലും ചെറിയവരായാലും കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും മൊബൈലിന് അഡിക്റ്റാണെന്ന് നമുക്കറിയാം. എന്തിന് ഈ ചെയ്യുന്ന ഞാൻ പോലും അഡിക്റ്റാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ ഫുട്ബോളായിട്ടാണ് ആ കുട്ടി അകത്തേക്ക് വലിച്ചു കയറ്റുന്നത്. അതായത് പുറത്തുള്ള കളികളായിരുന്നു ആദ്യം. ഇപ്പോൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ട കുട്ടികളെ പുറത്തേക്ക് വലിച്ച് നീക്കുന്ന ഒരു ഇതാണ്. കാലഘട്ടത്തിൽ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു ഇമേജിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കാഴ്ച തന്നെയാണ്. അതായത് നമ്മുടെ മരവും കാടും എല്ലാ സംഭവങ്ങളും വെട്ടി നിരത്തി ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇവർ നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ജനാലിൻ്റെ അവിടെയൊക്കെ നമ്മുടെ മരത്തിൻ്റെയും കാടിൻ്റെയൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു ഇമേജാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ്. മരവും ഇതൊന്നും കാണാനില്ല. സിറ്റി, അതായത് എല്ലായിടത്തും എന്താ പറയുക, ഫാക്ടറി, വീടുകൾ, ബിൽഡിങ്ങും കാര്യങ്ങളും. അപ്പോൾ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ട്, അതായത് മരമൊക്കെ ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ജനാലിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഫോട്ടോ വെക്കുക. ഭയങ്കര ഐഡിയപരമായ കളി. ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇമേജ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് 2 കുട്ടികളുണ്ട് ഇവിടെ. ഒരാൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് തേർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഫസ്റ്റ് കിട്ടിയ കുട്ടിയേക്കാൾ സന്തോഷമുള്ളത് ഇവിടെ ഈ ഒരു തേർഡ് കിട്ടിയ കുട്ടിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ മനസ്സിലാകും. അതായത് ഈ ഒരു കുട്ടികളുടെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എനിക്ക് തേർഡെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെയാണ് ഈ കുട്ടി ആശ്വസിക്കുന്നത്. അല്ലാതെ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയല്ല ചെയ്യുന്നത്. എന്നാൽ ആ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ സന്തോഷം കാര്യങ്ങളൊന്നും അവിടെ ആ ഒരു ഇമേജിൽ കാണുന്നില്ല. അതായത് എന്താ പറയുക, നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമ്പോഴാണ്. അതായത് എന്താ പറയുക, ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കതിന് മനസ്സിലാകും. നമുക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് ആശ്വസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഇമേജിലൂടെ ആ തേർഡ് കിട്ടിയ കുട്ടി. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ 8ാമതായിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരാൾ ഒരുപാട് പണച്ചാക്കുമായിട്ട് അയാളുടെ ശവക്കല്ലറിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഗോസ്റ്റ് പറയാണ്, ഗോസ്റ്റ് പോലെ സാധനം ഉണ്ട്, അരികത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അത് പറയാണ്, സോറി സാർ, നോ ബാഗേജ് അലൗഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇമേജിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര കാശുണ്ടാക്കിയാലും മരിച്ചു പോകുന്ന സമയത്ത് അതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് ഈ ഒരു ഇമേജിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അവിടെ പറയുന്നത് ഈ ലഗേജ് ഒന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറയുകയാണ് ആ ഒരു ബ്ലാക്ക് സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ എത്ര സമ്പാദിച്ചാലും ആ പൈസയൊന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഇമേജിൻ്റെ അർത്ഥം. സോ ഗൈസ്, ഇപ്പോൾ അടുത്ത ഇമേജ് ഇതാണ്. ഇത് വളരെ സിമ്പിളാണ്, നമ്മളിപ്പോൾ കണ്ടുവരുന്ന സംഭവം തന്നെയാണ്. അതായത് ഇവിടെ ഒരാളിരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഫേസ്ബുക്കും വായിക്കുന്നുണ്ട്. അതായത് ബുക്ക് വായിക്കാൻ അധികം ആരും ഇല്ല, അധികം ഒന്നല്ല, 1-2 പേരെങ്ങാനും ഉണ്ടെങ്കിൽ ഉണ്ടാകും. അതായത് ഇവിടെ ഈ ഇമേജിൽ ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവരും കൂടി ഒരു ലാപ്ടോപ്പിൽ ഫേസ്ബുക്കാണ് നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബുക്ക് നോക്കാൻ ആളില്ല, ഫേസ്ബുക്ക് നോക്കാൻ ആളേറെ. ഓക്കെ, ഈ ഒരു ഇമേജ് ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തതായി കാണുന്നത് ഈ ഒരു ഇമേജാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരാൾ ഒരു മതിലുള്ള ഒരു വഴിയുടെ പിന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പണായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ ഒരാൾക്കുവാണെങ്കിൽ ഈ ഒരു മതിൽ ചാടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇവരെക്കാൾ പെട്ടെന്ന് അവരുടെ ലക്ഷ്യത്തെത്താൻ സാധിക്കും. എന്നാൽ ഈ ഒരു മടി കാരണം, അല്ലെങ്കിൽ ഈ ഒരു തടസ്സം ഉള്ളത് കാരണം, പോകാൻ മടിയുള്ളത് കാരണം എല്ലാവരും ഈ ഒരു ഓപ്പൺ പ്ലേസിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു ഓപ്പൺ പ്ലേസിലൂടെ പോകുമ്പോൾ ഒരുപാട് വട്ടം ചുറ്റി പോകണം. അതാണ് ഈ ഒരു വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചുറ്റിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇറങ്ങുമ്പോൾ അതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ മറികടന്ന് പോകുന്നവന് എത്രയും പെട്ടെന്ന് എത്താം എന്നാണ് ഈ ഒരു ഇതിലൂടെ കാണിക്കുന്നത്, ഈ ഒരു ഇമേജിലൂടെ. അതല്ലാതെ നമ്മൾ ഇതിലൂടെ പോയാൽ പെട്ടെന്ന് എത്താം, ഇവിടെ തടസ്സമില്ല എന്ന രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾക്കനുസരിച്ച് ഈ ഒരു ഇമേജ് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഇമേജ്. സോ ഗൈസ്, ഇപ്പോൾ ഇത്ര ഇമേജസ് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഏത് ഇമേജ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഗൈസ്. Uçuyor yıldızlara müptezel bayan. Harmanım, baba nerede çarşafım? Gördüğüm bu paketler benim dermanım. Hoppa yavaşça açıldı fermanım. Sakın kaçma buraya, gel la kezbanım.